രീതിയുണ്ട് മാധു. സുനിൽ നേരത്തെ പറഞ്ഞതുപോലെ സുനിൽ കനഗോലു പറയുന്നത് യുക്തിയല്ല, പകരം നിങ്ങൾ വികാരത്തെയാണ് ഇളക്കേണ്ടത് എന്നുള്ളതാണ്. യുക്തി അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ചില പാർട്ടികൾ തോറ്റുപോകാനുള്ള സാധ്യതയുണ്ട്. യുക്തിയുടെ അളവുകോൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ വന്ന വികസനത്തെക്കുറിച്ച്, നിങ്ങളുടെ വീട്ടിൽ വന്ന വരുമാനത്തിൻ്റെ വർധനവിനെക്കുറിച്ച്, നിങ്ങളുടെ കുട്ടികൾ മികച്ച സ്കൂളിൽ പഠിക്കുന്നതിനെക്കുറിച്ച്, നിങ്ങളുടെ ചെറുപ്പക്കാർ മികച്ച ഗവേഷണ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുകയും മികച്ച സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിനെക്കുറിച്ച്, നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങൾ മാലിന്യ വിമുക്തമായതിനെക്കുറിച്ച്, വീട്ടുപടിക്കൽ സേവനങ്ങൾ എത്തുന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. യുക്തിയാണ് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഒരു കാരണവശാലും യുക്തിയെ നിങ്ങൾ അഡ്രസ് ചെയ്യരുത്. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? പകരം വികാരത്തെ അഡ്രസ് ചെയ്യണം. വികാരത്തെ അഡ്രസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ കുറുക്ക് വഴി എന്താണെന്ന് അറിയാമോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഏതെങ്കിലും ഒരു വീഴ്ചയുണ്ടെങ്കിൽ ആ വീഴ്ചയിലെ ഒരു വൈകാരികമായൊരു രംഗത്തെ തൊടുക. പക്ഷെ അത് വലിയ ബുദ്ധിമുട്ടാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ് കിട്ടാൻ. വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഉഷാ ജോസഫിനെ പോലെ, വേണുവിനെ പോലുള്ള ഇൻസിഡന്റുകൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരുന്നത്. പക്ഷേ അതൊന്നും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? വികാരങ്ങളെ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ കമ്പോളമാണ്. ആ വിശ്വാസത്തിൻ്റെ കമ്പോളമാണ് കേരളത്തിൽ പ്രതിപക്ഷം വലിയ ആയുധമാക്കി മാറ്റുന്നത്. നോക്കൂ, തന്ത്രപരമായി ഇപ്പോൾ തന്ത്രിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. തന്ത്രിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള യുദ്ധമാണ്. പോറ്റിയെ മുൻനിർത്തിക്കൊണ്ടുള്ള യുദ്ധം എന്താ അവസാനിപ്പിച്ചത്? കാര്യം യുക്തിപരമായി ചില കാര്യങ്ങൾ മറുപക്ഷം ചോദിച്ചു തുടങ്ങിയപ്പോൾ പാട്ട് തന്നെ പൊളിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇനി തന്ത്രിയെ മുൻനിർത്തിക്കൊണ്ട് ഹിന്ദു വികാരത്തെ ഉണർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തന്ത്രത്തിലേക്ക് മാറുന്നു. സാധാരണ രീതിയിൽ നമ്മൾ ഈ PR സ്ട്രാറ്റജികളെ കുറിച്ച് പഠിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. പ്രശാന്ത് കിഷോറിനെയും സുനിൽ കനഗോലുവിനെയും നോക്കിയാൽ പ്രധാനമായിട്ടും 3 ആക്സിസിലാണ് അവ പ്രവർത്തിക്കുന്നത്. അതിലൊന്ന്, ഈ ഗ്രാസ് റൂട്ട് എൻഗേജ്മെന്റ് പരമാവധി ഉറപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പറ്റൂ. അല്ലാതെ എത്ര കള്ളക്കഥകൾ ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് നിർത്താൻ പറ്റില്ല. നോക്കൂ, ഇവിടെ ഗ്രാസ് റൂട്ട് മാനേജ്മെന്റിൽ സാധാരണക്കാരനെ തൊടുന്ന രീതിയിൽ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഏതാണെന്ന് മനസ്സിലായോ? ആശാവർക്കർമാരെ മുൻനിർത്തി. നോക്കൂ, കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പിച്ച് ചെയ്തത് ഇന്നല്ല, പകരം ആശാ വർക്കർമാരെ സമരത്തിന് മുന്നിൽ അണിനിരത്തിയത്. ദാറ്റ് വാസ് എ സ്ട്രാറ്റജി. നോക്കൂ, നേരിട്ട് കോൺഗ്രസിന്റെ ആൾക്കാരല്ല അവിടെ ഉണ്ടായിരുന്നത്. SUCയുമായി ബന്ധപ്പെട്ട നേതാക്കളാണ് അതിന് നേതൃത്വം നൽകിയത്. പിന്നീട് മറ്റെല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അതിനോടൊപ്പം ചേരുന്നത് കണ്ടു. അതിനെ UDF ആണ് പിന്തുണച്ചത്, അതിനെ കോൺഗ്രസ് ആണ് ആദ്യം പിന്തുണച്ചത്. പിന്നീട് സുരേഷ് ഗോപിയൊക്കെ പന്തലിൽ വന്ന് പോകുന്നത് നമ്മൾ കണ്ടു. ഇന്നും നോക്കൂ, ആശാ വർക്കർമാർ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രചരണത്തിനിറങ്ങിയത്? UDFന് വേണ്ടിയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനിറങ്ങിയത്. ഇക്കുറിയും ഈ സർക്കാരിനെതിരെ പ്രചരണത്തിനിറങ്ങുമെന്ന് പറയുന്നു. ഇപ്പൊ ഗ്രാസ് റൂട്ട് മാനേജ്മെന്റ്, ബാക്കി എന്താ ആൾക്കാരെ പിടിക്കാൻ പറ്റാത്ത? ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ പിടിക്കാൻ എന്താ കോൺഗ്രസിന് പറ്റാത്ത? തൊഴിലുറപ്പ് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിതത്തെ നിശ്ചയിക്കുന്ന അടിസ്ഥാനപരമായ ഒരു തൊഴിൽ നിയമ ഭേദഗതി VBG റാംജി ബിൽ കേന്ദ്ര പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അങ്ങ് ജർമ്മനിയിൽ BMW സ്കൂട്ടർ ഓടിച്ച് കളിക്കുന്ന തിരക്കിലായിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇന്നിപ്പോൾ CPMന്റെ ഇടതുപക്ഷത്തിന്റെ ഫോണിലാണ് കേരളത്തിൽ. കാരണം അവർക്കറിയാം തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട നിയമ ഭേദഗതികൾ സമർപ്പിച്ചത് അന്ന് CPM കൂടി ഭാഗമായിരുന്ന UPA സമരം പ്രഖ്യാപിച്ചിട്ട് ഇതുവരെ കോൺഗ്രസ് നടത്തിയിട്ടില്ല. നടത്തിയിട്ടില്ല. അതേ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു സമരം, കേരളത്തെ ഇളക്കി മറിച്ചുകൊണ്ടൊരു സമരം കോൺഗ്രസ് നടത്തിയിട്ടുണ്ടോ? അത് ഗ്രാസ് റൂട്ട് എൻഗേജ്മെന്റ് വേണമെങ്കിൽ നിങ്ങൾ കർഷകരിലേക്ക് പോകണം. കർഷകരിലേക്ക് പോകാൻ പറ്റുമോ? കോൺഗ്രസിന് 91 ഉദാരവൽക്കരണ നിയമം നടപ്പിലാക്കിയ മൻമോഹൻ സിംഗിന്റെ സർക്കാരിന്, ASEAN കരാറുമായി ബന്ധപ്പെട്ട ഉടമ്പടികൾ വെച്ച സർക്കാരിന് കേരളത്തിലെ കർഷകരുടെ കാര്യത്തിൽ, ഇന്ത്യയിലെ കർഷകരുടെ കാര്യത്തിൽ നേരിട്ടിറങ്ങാൻ പറ്റൂ. എന്നിട്ടും കാർഷിക വിരുദ്ധ നിയമങ്ങൾക്കെതിരെ രാഹുൽ ഗാന്ധി സമരം ചെയ്തു. പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ടാണ് കർഷകരെ സംഘടിപ്പിക്കാൻ പറ്റാത്തത്? അവർ ഓർഗനൈസ്ഡ് ആണ്, വെൽ ഓർഗനൈസ്ഡ് വിത്ത് ലെഫ്റ്റ് ആണ്. നിങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്തുകൊണ്ട് സംഘടിക്കാൻ പറ്റുന്നില്ല? അവരും ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാസ് റൂട്ട് മാനേജ്മെന്റിൽ നിൽക്കുന്ന ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കണം. ഇപ്പം ലക്ഷ്യയിൽ കനഗോലുവിന്റെ മുഴുവൻ റിപ്പോർട്ടും ഞാൻ വായിച്ചു. എങ്ങനെയാണ് ലക്ഷ്യയിൽ കനഗോലു ആ പ്രസന്റേഷൻ ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ രീതിയിലുള്ള വേരിയബിളുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്? വളരെ ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് യഥാർത്ഥത്തിൽ ഇവരെ സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബൂത്ത് തലം മുതൽ ചില മണ്ഡലങ്ങളിൽ എടുത്തിട്ടുണ്ട്. ക്രിസ്ത്യൻ ഡൊമിനേഷൻ കൂടുതലുള്ള മണ്ഡലങ്ങളിൽ ഇത്തവണ എങ്ങനെയാണ് വോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്? അത് 2010 തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതലുള്ള ഡാറ്റ ഇവരുടെ കയ്യിലുണ്ട്, കനഗോലുവിന്റെ കയ്യിലുണ്ട്. ഡ്രിവൺ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് യഥാർത്ഥത്തിൽ ഇവരെ സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബൂത്ത് തലം മുതൽ ചില മണ്ഡലങ്ങളിൽ എടുത്തിട്ടുണ്ട്. ക്രിസ്ത്യൻ ഡൊമിനേഷൻ കൂടുതലുള്ള മണ്ഡലങ്ങളിൽ ഇത്തവണ എങ്ങനെയാണ് വോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്? അത് 2010 തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതലുള്ള ഡാറ്റ ഇവരുടെ കയ്യിലുണ്ട്, കനഗോലുവിന്റെ കയ്യിലുണ്ട്. അത്രയും ഡാറ്റ ഡ്രിവണായി, ഡാറ്റ ഏറ്റവും കൂടുതലുള്ളവർ ഡാറ്റ കോറിലേറ്റീവ്. 2010 ഇലക്ഷനും 2011 നിയമസഭാ ഇലക്ഷനും, 2015 തദ്ദേശ ഇലക്ഷനും 2016 നിയമസഭാ ഇലക്ഷനും, 2020 തദ്ദേശ ഇലക്ഷനും 2021 നിയമസഭാ ഇലക്ഷനും, ഇത് തമ്മിലുള്ള കോറിലേഷനും വേരിയേഷനും വെച്ച് ഓരോ മണ്ഡലത്തിലെയും
ഭൂരിപക്ഷം കൂടുതലുള്ള ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വോട്ട് കൂടിയിട്ടുണ്ടോ? അവിടെ LDF വോട്ട് കൂടിയിട്ടുണ്ടോ? എന്നിട്ടാണ് അവർ നിരീക്ഷണത്തിലെത്തിയത്. ക്രൈസ്തവ മേഖലകളിൽ വലിയ കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ UDF പറ്റിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? അതിൽ നിന്നൊരു സ്ട്രാറ്റജി ഉണ്ടാക്കും. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തണം. വളരെ പെട്ടെന്ന് സീറോ മലബാർ സഭയിലേക്ക് പ്രതിപക്ഷ നേതാവ് പോയത്, സിനഡിലേക്ക് പോയത് നമ്മൾ കണ്ടതല്ലേ? JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ച പെട്ടെന്ന് ഉയർന്നു വന്നത് നമ്മൾ കണ്ടതല്ലേ? കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗം പോകുന്നു എന്ന വ്യാഖ്യാനം വന്നത് കണ്ടതല്ലേ? ഈ കനകോലു റിപ്പോർട്ടിന് ശേഷമാണ്, ചുമ്മാതല്ല. അപ്പോ സോണിയാഗാന്ധിയുമായി ചർച്ച നടത്തുന്നത് ഡൽഹിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇതെല്ലാം വരുന്നത് എങ്ങനെയാണ്? കനകോലു റിപ്പോർട്ട് വരുന്നതിന് ശേഷം സ്ട്രാറ്റജികൾ രൂപീകരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു.